നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. ഏവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. നാളെ വൈശാഖ മാസത്തിലെ ശുക്ലപക്ഷ ചതുർദശി. ഭഗവാൻ മഹാവിഷ്ണു ഭക്തനായ പ്രഹ്ലാദനു വേണ്ടി നരസിംഹമായി അവതരിച്ച പുണ്യദിനമാണ്. ദുഷ്ടതയ്ക്ക് മേൽ നന്മ വിജയം നേടിയ ഈ ദിവസം നരസിംഹ ജയന്തിയായി നാം ആഘോഷിക്കുന്നു. നമ്മുടെ ജീവിതത്തിലെ തടസ്സങ്ങൾ മാറാനും ശത്രുദോഷങ്ങൾ അകലാനും ഈ ദിവസം എങ്ങനെ പ്രയോജനപ്പെടുത്താം? നാളെ ചെയ്യേണ്ട പ്രധാന വഴിപാടുകൾ എന്തൊക്കെയാണ്? നമുക്ക് നോക്കാം. ഭഗവാന്റെ അവതാര ലക്ഷ്യം എന്തെന്നാണ് ഞാൻ ഇനി പറയുന്നത്. എവിടെയുണ്ട് നിന്റെ ദൈവം എന്ന് ചോദിച്ച ഹിരണ്യകശിപുവിനോട് തൂണിലും തുരുമ്പിലും എൻ്റെ ഭഗവാൻ ഉണ്ട് എന്ന് പ്രഹ്ലാദൻ മറുപടി നൽകി. ആ വാക്ക് സത്യമാക്കാൻ തൂണ് പിളർന്നു വന്ന ഭഗവാനാണ് നരസിംഹമൂർത്തി. സന്ധ്യാസമയത്ത് വീടിനകത്തുമല്ലാതെ പുറത്തുമല്ലാതെ മനുഷ്യനുമല്ലാതെ മൃഗവുമല്ലാത്ത രൂപത്തിൽ ഭഗവാൻ അവതരിച്ചു. ഈ അവതാരം നമുക്ക് നൽകുന്ന സന്ദേശം ഒന്നാണ്: അചഞ്ചലമായ ഭക്തി ഉണ്ടെങ്കിൽ ഭഗവാൻ ഏതാപത്തിലും തുണയാകുമെന്നത്. ഇനി നാളെ ചെയ്യേണ്ട വഴിപാടുകളെ പറ്റി പറയാം. നരസിംഹ ജയന്തി നാളിൽ ക്ഷേത്ര ദർശനം നടത്തുന്നത് അത്യുത്തമമാണ്. നാളെ പ്രധാനമായും ചെയ്യേണ്ട വഴിപാടുകൾ ഇവയൊക്കെയാണ്. പാനക നിവേദ്യം. ഭഗവാന്റെ ഉഗ്രരൂപത്തെ ശാന്തമാക്കാൻ ശർക്കരയും ചുക്കും ചേർത്ത പാനകം സമർപ്പിക്കുന്നത് ഏറ്റവും വലിയ വഴിപാടാണ്. നെയ്വിളക്ക്. ജാതകവശാലുള്ള ദോഷങ്ങൾ മാറാനും കുടുംബത്തിൽ ഐശ്വര്യം വരാനും നെയ്വിളക്ക് തെളിയിക്കാം. തുളസിമാലയും അർച്ചനയും. വിഷ്ണുരൂപനായതിനാൽ തുളസിമാല സമർപ്പിക്കുന്നതും സഹസ്രനാമാർച്ചന നടത്തുന്നതും തടസ്സങ്ങൾ നീങ്ങാൻ ഏറെ സഹായിക്കും. സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവർ ലക്ഷ്മി നരസിംഹഭാവത്തിൽ ഭഗവാനെ ധ്യാനിക്കുന്നത് ഐശ്വര്യം കൊണ്ടുവരും. ഇനി ക്ഷേത്രത്തിൽ പോകാൻ കഴിയാത്തവർക്കായി വീട്ടിൽ ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. ക്ഷേത്രത്തിൽ പോകാൻ കഴിയാത്തവർക്ക് വീട്ടിൽ ഈ പുണ്യം നേടണമല്ലോ. നാളെ വൈകുന്നേരം സന്ധ്യാസമയത്ത് വീടിൻ്റെ ഉമ്മറത്തോ പൂജാമുറിയിലോ നെയ്വിളക്ക് തെളിയിക്കുക. ഓം നമോ നരസിംഹായ എന്ന മന്ത്രം കുറഞ്ഞത് 108 തവണ ജപിക്കുന്നത് ഭയമുക്തിക്കും ആത്മവിശ്വാസത്തിനും നല്ലതാണ്. നരസിംഹ കവചം ചൊല്ലുന്നതും ഈ ദിവസം ഏറെ വിശേഷമാണ്. നമ്മുടെ ഉള്ളിലെ ഭയത്തെയും പുറത്തെ തടസ്സങ്ങളെയും നീക്കാൻ ഈ നരസിംഹ ജയന്തി വ്രതം സഹായിക്കട്ടെ. ആത്മാർത്ഥമായ ഭക്തിയോടെ ഭഗവാനെ വിളിച്ചാൽ ഏതൊരു തൂണും പിളർന്ന് അദ്ദേഹം നമുക്കായി എത്തും. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നരസിംഹ ജയന്തി ആശംസകൾ നേരുന്നു. ഏവരെയും നരസിംഹ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം. महाविष्णुं ज्वालन्तं सर्वतोमुखं